സംസ്ഥാനങ്ങളിലടക്കം ബാബുവിന് അനധികൃത സ്വത്ത് ഉണ്ടെന്നുള്ള ആരോപണങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ റെയ്ഡ് അന്യസംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട്? അത്തരത്തിലുള്ള സാധ്യത തീർച്ചയായും ഉള്ളത് തന്നെയാണ്. പ്രധാനമായും തേനിയിൽ 120 ഏക്കർ ഭൂമി ബാബുവിന്റെ ബിനാമിയുടെ പേരിലുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. വിജിലൻസിന്റെ ഈ കണ്ടെത്തലിനെ തുടർന്നാണ് തമിഴ്നാട്ടിലേക്കും അതോടൊപ്പം തന്നെ മറ്റു ഇടങ്ങളിലേക്കും ഇത്തരത്തിലുള്ള പരിശോധന വ്യാപിപ്പിക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അത് എന്നു മുതലായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള നീക്കം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയായിട്ടില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ വിവിധയിടങ്ങളിൽ ഭൂസ്വത്തായും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളായും വാഹനങ്ങളായും ഒക്കെ ബാബുവിന്റെ ബിനാമികളുടെയും പേരിലുണ്ട് എന്നും അതോടൊപ്പം തന്നെ ബാബുവിന്റെ ബന്ധുക്കളുടെയും പേരിൽ വലിയ സ്വത്ത് ഉണ്ട് എന്നുമാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ അകത്തുള്ള പരിശോധനകൾ പൂർത്തിയാക്കി തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും കേരളത്തിന്റെ പുറത്തേക്കുള്ള അന്വേഷണം വ്യാപിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ ബാബുവിന്റെ മകളുടെ പേരിലുള്ള ലോക്കറിൽ നിന്നും വിജിലൻസ് 117 പവൻ കണ്ടെടുത്തു. ഒരു ലോക്കർ മാത്രമാണ് ഇതുവരെ പരിശോധിച്ചത്. ഇനി 4 ലോക്കറുകൾ കൂടി പരിശോധിക്കാനുണ്ട്. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ബാബുവിനെ സംരക്ഷിക്കാനുള്ള ചുമതല കോൺഗ്രസിനുണ്ടെന്ന് എം ഹസൻ. സുധീരൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് തെറ്റാണെന്നും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് പറയുന്നവർ ഏകാധിപതികളാണെന്നും ഹസൻ പറഞ്ഞു. APCC പ്രസിഡന്റ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടി ഇടതുമുന്നണി സർക്കാരിൽ നിന്നുണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മുൻ മന്ത്രി ഉണ്ടാകുന്ന ഈ അനുഭവത്തിൽ പ്രതികരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് നിർഭാഗ്യമായി. കെ എം മാണിയെയും കെ ബാബുവിനെയും ന്യായീകരിച്ച് ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിൽ പൊതുപ്രവർത്തകരെ അപമാനിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്ന് ഉമ്മൻചാണ്ടി. ബാബുവിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് സർക്കാരിന് തിരിച്ചടിയാകും. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സർക്കാരിന്റെ നീക്കത്തെ നിയമപരമായി നേരിടും. അന്വേഷണത്തിലൂടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ടും മാണിയെ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. കോഴപ്പണം കൊണ്ടാരും സമൂഹ വിവാഹം നടത്തില്ലെന്ന് കെ എം മാണി. ഇത്തരം പരിപാടികൾക്കെതിരെ പരാതിയുമായി നടക്കുന്നവരാണ് അഴിമതി നടത്തുന്നത്. കോട്ടയത്ത് നടത്തിയ സമൂഹ വിവാഹത്തിലെ ത്വരിതാന്വേഷണത്തിലാണ് മാണിയുടെ പ്രതികരണം. ഈ കോഴപ്പണം നടത്തുന്നവർ, അഴിമതി നടത്തുന്നവർ ആ പണം സ്വന്തം ആവശ്യത്തിനും സ്വന്തമായി ആവശ്യത്തിനും വേണ്ടി അവർ ഉപയോഗിക്കുകയുള്ളൂ. വേറെ ആർക്കും കൊടുക്കുകയില്ല. സമൂഹ നന്മയ്ക്ക് വേണ്ടി, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന അഴിമതിയാണെന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും ധർമ്മസ്ഥാപനങ്ങൾക്കോ ഇങ്ങനെയുള്ള പരിപാടികൾ വെക്കാനൊക്കോ? ഞങ്ങൾ വിധവയുടെ കൊച്ചുകാശ് വരെ പിരിച്ചു. കേരള കോൺഗ്രസിന് 10,000 പ്രവർത്തകരുള്ളവരാണ്. ഞങ്ങളുടെ പ്രവർത്തകരുടെ പ്രാദേശിക കമ്മിറ്റികൾ വിധവയുടെ കൊച്ചുകാശ് വരെ പിരിച്ച് സംഭരിച്ച് ഞങ്ങൾ ഈ സമൂഹ വിവാഹം നടത്തി കൊടുത്തതാണ്. അതിൽ അസൂയ പൂണ്ടുകൊണ്ട് ആരെങ്കിലും ഇതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ പറയുന്നതാണ് അഴിമതി. ഇങ്ങനെയുള്ള ദുരാരോപണങ്ങൾ നടത്തുന്നവർ, ഫ്രിവലസ് ആയിട്ടുള്ള പെറ്റീഷൻസുമായിട്ട് നടക്കുന്ന ഇവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാർ. ഇവരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ വളരെ തെറ്റായ ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉയർന്നു വരിക. അല്ലെങ്കിൽ പാലായിൽ ഒരു സമൂഹ വിവാഹം നടത്തിയാൽ എത്രയോ വലിയൊരു കാര്യമാണ്. അതിനെ അനുമോദിക്കുന്നതിന് പകരം അതിന് പിന്നിൽ അഴിമതിയാണ് എന്ന് പറഞ്ഞ് ആരോപിക്കുന്നതല്ലേ അഴിമതി എന്ന് പറയുന്നത്. എനിക്കത് കൂടുതൽ. മാണിക്കെതിരെ മറ്റൊരു കേസിലും കൂടി ത്വരിതാന്വേഷണത്തിന് വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. 5 കോടി രൂപ ചെലവിട്ട സമൂഹ വിവാഹത്തിന്റെ പേരിലാണ് പുതിയ കേസ്. 2015 കോട്ടയത്ത് വെച്ച് 150 പേരുടെ സമൂഹ വിവാഹം നടത്തിയിരുന്നു. ഇതിന്റെ സ്രോതസ് അന്വേഷിക്കാനാണ് കോടതിയുടെ ഉത്തരവ്. 2015 കേരള കോൺഗ്രസ് സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് സമൂഹവിവാഹം നടത്തിയത്. 5 കോടി രൂപയാണ് വിവാഹത്തിനായി അന്ന് ചെലവഴിച്ചത്. 150 പേരുടെ സമൂഹ വിവാഹമായിരുന്നു കെ എം മാണിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഓരോ ദമ്പതിമാർക്കും 1.5 ലക്ഷം രൂപയും 5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും അന്ന് നൽകി. പാർട്ടി ഫണ്ടിൽ നിന്നായിരുന്നില്ല ഈ പണം അത്രയും ചെലവഴിച്ചത്. വിവാഹം നടത്താൻ ഉപയോഗിച്ച പണത്തിന്റെ സ്രോതസ് എന്തെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. തിരുവനന്തപുരം സ്വദേശി പായിച്ചിറ നവാസ് നൽകിയ ഹർജിയിലാണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ബാർ കോഴ, കോഴിക്കോഴ, സ്വർണ്ണവ്യാപാരികൾക്ക് ആദായ നികുതിയിൽ ഇളവ് നൽകിയത് തുടങ്ങിയ കേസുകളിൽ അന്വേഷണം നേരിടുമ്പോഴാണ് പുതിയ കേസ് കൂടി കെ എം മാണിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കെ എം മാണിക്കെതിരെ വീണ്ടും അഴിമതി കേസ്. ബാറ്ററി നിർമ്മാണശാലയ്ക്ക് നികുതി ഇളവ് നൽകിയെന്നാണ് കേസ്. കോട്ടയം വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു. നികുതി ഇളവിലൂടെ സർക്കാരിന് 1.66 കോടി നഷ്ടമുണ്ടാക്കിയത് വിജിലൻസ് കണ്ടെത്തി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്തൊക്കെയാണ് കേസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഗ്രീഷ്മ, ചിങ്ങവനത്തുള്ള ഒരു കമ്പനി ഉടമയ്ക്ക്, സ്വകാര്യ കമ്പനി ഉടമയ്ക്ക് ഏകദേശം 1,66 ലക്ഷത്തിലധികം രൂപയുടെ ലാഭമുണ്ടാക്കി കൊടുത്തതായിട്ടാണ് ഏറ്റവും പുതിയ കേസ് മാണിക്കെതിരെ എടുത്തിരിക്കുന്നത്. ഇത് വിജിലൻസ് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാപകമായിട്ടുള്ള ഈ ക്രമക്കേട് കണ്ടെത്തിയത്. നികുതി ഇളവ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോടികളുടെ ലാഭം സ്വകാര്യ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. 2005 മുതൽ 2015 വരെ ഇദ്ദേഹത്തിന് ടാക്സ് ഇനത്തിൽ, അതായത് ടാക്സ് ഇനത്തിൽ നൽകേണ്ടിയിരുന്ന ലക്ഷങ്ങളാണ് ലാഭം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1,66 ലക്ഷത്തിലധികം രൂപയുടെ ലാഭം ഇദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു. 12% ഇദ്ദേഹത്തിന്റെ ലെഡ് ഫാക്ടറിയുടെ നികുതി നൽകിയിരുന്നത്. ആദ്യം ലെഡ് ബാറ്ററിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത്. ലെഡ് ഓക്സൈഡ് എന്ന അതിന്റെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഈ സംസ്കൃത ബാറ്ററി എന്നുള്ള സംസ്കൃത വസ്തുക്കളാണ്. ഇതിൽ നിന്നും 4% നേരത്തെ നികുതി നൽകിയിരുന്നത്. പക്ഷേ അതിനുശേഷം 2012 ഇതിന്റെ നികുതി വർദ്ധിപ്പിച്ചു. 2005 മുതൽ 2012 വരെ 12% നികുതിയായിരുന്നു. പിന്നെ 12-13 കാലഘട്ടത്തിൽ ഇത് 13% ഇതിന്റെ നികുതി ഉയർത്തിയിരുന്നു. ഇങ്ങനെ മൊത്തത്തിൽ ഏകദേശം 2005 മുതൽ 2015 വരെ ഇദ്ദേഹത്തിന് നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് 2015 ബഡ്ജറ്റിൽ നികുതി 5% ഇളവ് ചെയ്തു കൊടുത്തു. ഇങ്ങനെ വന്നപ്പോൾ ഏകദേശം 1,66 ലക്ഷത്തിലധികം രൂപയുടെ ലാഭം ഉണ്ടാക്കിയതായിട്ടാണ് വിജിലൻസ് എടുത്തിരിക്കുന്ന പ്രാഥമിക കേസിൽ നിന്നും വ്യക്തമാകുന്നത്. കൂടുതൽ അന്വേഷണത്തിനായി ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ കോട്ടയം വിജിലൻസ് ശേഖരിച്ചിരിക്കുകയാണ്. വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പരിശോധന നടത്തിയത്. അങ്ങനെ കെ എം മാണിക്കെതിരെ വീണ്ടും ഒരു കേസ് കൂടി, നികുതി ഇളവ് ചെയ്ത വകയിലുള്ള ഒരു കേസ് കൂടി ഇപ്പോൾ കോട്ടയം വിജിലൻസ് എടുത്തിരിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ലെന്ന് കെ എം മാണി. CF തോമസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നും കെ എം മാണി കോട്ടയത്ത് പറഞ്ഞു. പറയട്ടെ, ചാനലിൽ വന്ന കാര്യം എന്ത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ചാനൽ എന്താ വന്നത് ഞാൻ നിരീക്ഷിച്ചില്ല. അപ്പോൾ അത് ശരിയാണോ തെറ്റാന്ന് എനിക്ക് പറയാനൊക്കില്ല. ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ച അന്വേഷണങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുകൾ വരുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ എനിക്ക് അറിയാം, നേരിട്ടറിയാം. അത്രയുള്ളൊരു കാര്യം. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ട് ആര് തയ്യാറാക്കിയതെന്ന് കെ എം മാണി വെളിപ്പെടുത്തണമെന്ന് ആന്റണി രാജു. വ്യാജരേഖയാണ് മാണി ചമച്ചത്. തന്റെ ഇഷ്ടക്കാരെ കൊണ്ടാണ് മാണി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ബാർ കേസ് അട്ടിമറിക്കാനാണ് മാണിയുടെ നീക്കമെന്നും ആന്റണി രാജു കുറ്റപ്പെടുത്തി. കെ എം മാണി പറഞ്ഞത് ആ റിപ്പോർട്ട് അദ്ദേഹം ചുമതലപ്പെടുത്തിയ ചില ആളുകളെ കൊണ്ട് ഉണ്ടാക്കിയ റിപ്പോർട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ പുറംചട്ടയിൽ ഈ അന്വേഷണ സമിതിയിലെ അംഗങ്ങളായ ഞാനുൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാക്കിയതാണെന്ന് അതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പനുസരിച്ച് അങ്ങേയറ്റം കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് ആരാണെന്ന് അദ്ദേഹം ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി സ്വയം സ്വന്തക്കാരെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ശ്രീ കെ എം മാണിക്കെതിരായ ബാർക്കോഴ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സമിതിയുടെ തലവൻ ശ്രീ ജേക്കബ് തോമസ് ആയതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് ബാർക്കോഴ അന്വേഷണം അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ വ്യാജ റിപ്പോർട്ടിൽ പുറത്തുവിട്ടതിലൂടെ ശ്രീ കെ എം മാണി നടത്തിയിരിക്കുന്നത്. ബാബുവിന്റെ വീട്ടിലെ റെയ്ഡിൽ VS അച്യുതാനന്ദന്റെ പ്രതികരണം. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തടിതപ്പലാണെന്ന് VS തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതെല്ലാം തന്നെ നഗ്നമായ അഴിമതി കണ്ടുപിടിച്ച് വിജിലൻസ് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ നിന്ന് തടിതപ്പാൻ വേണ്ടി കോൺഗ്രസ്സുകാർ പറയുന്ന ന്യായങ്ങളൊന്നും തന്നെ സത്യമല്ല. രാഷ്ട്രീയക്കാരുടെ സ്വത്ത് വിവരങ്ങൾ തേടി വിജിലൻസ്. ചില ഉന്നത നേതാക്കളുടെ സ്വത്ത് വിവരം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആദായനികുതി വകുപ്പിന് കത്ത് നൽകി. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നേതാക്കൾക്കുള്ള നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. UDF സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതിയിലൂടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതായി ആക്ഷേപമുയർന്നിരുന്നു. ഇത്തരത്തിൽ ലഭിച്ച പണം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലും സഹകരണ ബാങ്കുകളിലും നിക്ഷേപിച്ചതായാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 2 ആഴ്ച മുൻപ് മുത്തൂറ്റ് ഉൾപ്പെടെയുള്ള വൻകിട സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു.
റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത ലക്ഷക്കണക്കിന് രൂപയും കിലോ കണക്കിന് സ്വർണവും കണ്ടെത്തി. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആദായനികുതി വകുപ്പിനോട് വിശദാംശങ്ങൾ ചോദിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ വിജിലൻസ് പരിശോധന നടത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ MD-K പത്മകുമാറിനെതിരെ അറസ്റ്റ് ചെയ്തു. വിജിലൻസാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും ലതീഷ് ചേരുകയാണ്. ലതീഷ്, എന്തൊക്കെ തെളിവുകളാണ് വിജിലൻസിന് ലഭിച്ചത് പത്മകുമാറിനെതിരെ? വിവിധ ജില്ലകളിലെ ഏജന്റുമാർക്ക് ഡീലർഷിപ്പ് നൽകിയതിലും വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകുന്നതിൽ വിവേചനം കാണിച്ചതിലൂടെയും മലബാർ സിമന്റ്സിന് 2.7 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന കേസിലാണ് ഇപ്പോൾ MD പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാലക്കാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷം വൈകിട്ടോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം MD-യുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസിലും വിജിലൻസ് നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതിനായാണ് ഇന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് MD-യെ വിളിച്ചു വരുത്തിയത്. എന്നാൽ വൈകിട്ടോടുകൂടി MD-K പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി അല്പസമയം മുമ്പ് തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തു. മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും MD-K പത്മകുമാറിനെ ഹാജരാക്കുക. ഈ കേസടക്കം 4 കേസുകളിൽ പത്മകുമാർ അടക്കമുള്ള മലബാർ സിമന്റ്സിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭരണ ചുമതല ഇനി കളക്ടർമാർക്ക്. റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകം പിരിച്ചുവിട്ട സർക്കാർ നടപടിക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകാരം നൽകി. സൊസൈറ്റി ഭരണം ഏറ്റെടുത്ത സർക്കാർ ഉത്തരവ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ദിനകർ, നടപടി അംഗീകരിച്ചതിന് ഹൈക്കോടതിയുടെ വിശദീകരണം എന്താണ്? ഗ്രീഷ്മ, റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകം പിരിച്ചുവിട്ട സർക്കാർ നടപടിക്ക് ഹൈക്കോടതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഗുരുതരമായ അഴിമതി, സാമ്പത്തിക ക്രമക്കേടുകൾ, അനധികൃത നിയമനം തുടങ്ങിയ ആരോപണങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കേരള ഘടകവും ജില്ലാ ഘടകങ്ങളും പിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ 2016 ജൂലൈ 15 ഉത്തരവ് ഇറക്കിയത്. ഈ ഉത്തരവിനെതിരെ റെഡ് ക്രോസ് സൊസൈറ്റി അന്ന് നേരത്തെ മുൻ ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ ഉത്തരവിന് സ്റ്റേ നൽകി. എന്നാൽ ഇതിനെതിരെ വീണ്ടും സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ നടപടി ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇനി ഫലത്തിൽ കളക്ടർമാർ തന്നെയായിരിക്കും റെഡ് ക്രോസ് സൊസൈറ്റികൾ ഭരിക്കുക എന്നും വ്യക്തമായിരിക്കുന്നു. സർക്കാരിന്റെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മുൻ ഭാരവാഹികളായ സുനിൽ സി കുര്യനും ചെമ്പഴന്തി അനിലും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ച് റെഡ് ക്രോസ് സൊസൈറ്റി ഭരണം ഏറ്റെടുത്ത സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കുകയായിരുന്നു. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ നീക്കിയിരിക്കുന്നത്. പ്രവൃത്തി ദിനത്തിലെ ആഘോഷം ഒഴിവാക്കി അവധി ദിനത്തിൽ ഓണം ആഘോഷിച്ച് സർക്കാർ ജീവനക്കാർ. തിരുവനന്തപുരം താലൂക്ക് ഓഫീസിലെയും സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റിലെയും ജീവനക്കാരാണ് ഓണാഘോഷം ഞായറാഴ്ചയാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ജോലി സമയത്തെ ഓണാഘോഷം ഒഴിവാക്കിയത്.